വിദ്യാർത്ഥികളിലെ ശാസ്ത്രാഭിരുചി പങ്കുവച്ച ഒമാനിലെ ഇന്ത്യൻ സയൻസ് ഫോറം സംഘടിപ്പിച്ച സയൻസ് ഫിയസ്റ്റ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അൽ ഗുബ്ര ഇന്ത്യൻ സ്കൂൾ റോളിംഗ് ട്രോഫി സ്വന്തമാക്കി. ബൌഷർ ഇന്ത്യൻ സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. മസ്കറ്റ് അൽ ഹൈലിലെ സയൻസ് ആൻഡ് ടെക്നോളജി നാഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു 2 ദിവസത്തെ ശാസ്ത്രമേള. നവീന ആശയങ്ങളുമായി വിദ്യാർത്ഥികളുടെ ശാസ്ത്രപ്രതിഭാ സംഗമവേദിയായി 2 ദിവസത്തെ മേള. മനസ്സും യന്ത്രവും സംഗമിക്കുമ്പോൾ എന്ന പ്രമേയത്തെ ആധാരമാക്കി നടത്തിയ മത്സരങ്ങളിൽ 23 സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടിയിലെ മുഖ്യ ആകർഷണമായ ശാസ്ത്രപ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കാൻ 5000-ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. മത്സരങ്ങളിൽ അൽ ഗുബ്ര ഇന്ത്യൻ സ്കൂൾ, ബൌഷർ ഇന്ത്യൻ സ്കൂൾ, മബേല ഇന്ത്യൻ സ്കൂൾ എന്നിവ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ പ്രൊഫസർ മനോജിത് ചൗധരി വിശിഷ്ടാതിഥിയായിരുന്നു. It's a great achievement, and given that themes are also so relevant, this year's theme AI is so important. So I totally enjoyed all bit of the program so far. സയൻസ് എക്സിബിഷൻ, ക്വിസ് മത്സരങ്ങൾ എന്നിവ പരിപാടികളുടെ ഭാഗമായി നടന്നു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനാഥ്, ഇന്ത്യൻ സയൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ, മുഖ്യപ്രഭാഷകൻ പ്രൊഫസർ ഡോക്ടർ മനോജിത് ചൗധരി, ഒമാനിലെ മുതിർന്ന IT വിദഗ്ധൻ താരിഖ് അൽ ബർവാനി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം സയൻസ് ആൻഡ് ടെക്നോളജി അച്ചീവ്മെന്റ് അവാർഡ് മനോജിത് ചൗധരിക്കും, ഡോക്ടർ ജയ്ക്കർ അവാർഡ് പ്രശസ്ത ഒമാനി സാങ്കേതിക വിദഗ്ധനായ താരിഖ് ഹിലാൽ അൽ ബർവാനിക്കും സമ്മാനിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.